പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 19-ാം അധ്യായം 1 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് പത്രോസ് മുന്നോട്ട് വന്ന് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുൾ ചെയ്തു, 7 എന്നല്ല, 70 പ്രാവശ്യമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശം. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. അവൻ അത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു, പ്രഭു, എന്നോട് ക്ഷമിക്കണമേ, ഞാനെല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ധനാറ നൽകാനുണ്ടായിരുന്ന തൻ്റെ സഹസേവകനോട് വളരെ ക്രൂരമായി പ്രവർത്തിച്ചു. അതറിഞ്ഞ സഹപ്രവർത്തകർ അവൻ്റെ യജമാനെ അറിയിക്കുകയും യജമാനൻ അവനോട് കോപിക്കുകയും ചെയ്തു. അവനെ കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളെപ്പോഴും മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിന് വേണ്ടി തന്നെ. നമുക്ക് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് യേശു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും. എന്നാൽ കുരിശിൽ കിടന്നുകൊണ്ട് യേശു അതിൻ്റെ മാതൃക നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. തന്നെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി അവിടെ നിന്ന് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പിതാവ്, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്തത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മോടും ആവശ്യപ്പെടുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾക്ക് അനേകരോട് ക്ഷമിക്കാനായിട്ടുണ്ടാകാം. മനസ്സറിഞ്ഞ് അവരെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ക്ഷമിക്കാം. ചിലപ്പോൾ നമ്മുടെ മുൻപിൽ തെറ്റായിട്ട് തോന്നുന്നത് അവരുടെ മുൻപിൽ ശരിയായിരിക്കാം. അവരുടെ നിയോഗം ചിലപ്പോൾ ശരിയായിരിക്കാം. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് നമ്മൾക്ക് പഠിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.